ഇന്നലെ രാത്രി ബസിറത്ത് ഒൽഫത്ത് എന്ന ഒരു ഓപ്പറേഷൻ ഇറാൻ ആരംഭിച്ചു. ബസിറത്ത് ഒൽഫത്ത് എന്നത് മറ്റൊന്നുമല്ല, വിജയത്തിലേക്കുള്ള യാത്ര എന്നാണ്. ഇതിനകം ഇറാൻ പറഞ്ഞതുപോലെ അമേരിക്കക്കെതിരെ ഞങ്ങളൊരു വലിയ ആക്രമണം നടത്തും എന്ന് പറഞ്ഞതുപോലെ അമേരിക്കയുടെ ബേസസ് എവിടെയെല്ലാമാണോ ഉള്ളത്, ഇറാഖിൽ, മിഡിൽ ഈസ്റ്റിൽ എവിടങ്ങളിലാണോ അമേരിക്കയുടെ ബേസസ് എല്ലാം ഉള്ളത്, അവിടങ്ങളിലെല്ലാം ഇന്നലെ ആക്രമണം നടത്തി. അപ്പോൾ ഈ ബസിറത്ത് ഒൽഫത്ത് എന്താണ്? ഇറാൻ എത്ര രാജ്യങ്ങൾക്കെതിരെയാണ് ആക്രമണങ്ങൾ ഇന്നലെ നടത്തിയത്? അമേരിക്ക ഇതിന് എന്താണ് പറഞ്ഞത്? ഇസ്രായേൽ ഒരൽപ്പം സൈലന്റ് ആയിട്ടുണ്ട്. പുടിൻ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൈന ഉൾപ്പെടെ പല രാജ്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം എങ്ങനെ അറിയിക്കാൻ പോകുന്നു? മിഡിൽ ഈസ്റ്റ് സ്ട്രെയിറ്റ് ഹോമസിന്റെ അവസ്ഥ എന്ത്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ബസിറത്ത് ഒൽഫത്ത് എന്ന ഒരു ഓപ്പറേഷൻ ഇറാൻ ആരംഭിച്ചുവെന്ന വാർത്ത ആദ്യമായി ഇറാന്റെ സ്റ്റേറ്റ് മീഡിയാസ് പുറത്തുവിട്ടു. അതിനു മുൻപ് തന്നെ അമേരിക്ക ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഖത്തറിൽ ജീവിക്കുന്ന ജനങ്ങൾ, പ്രധാനമായും അവിടെയുള്ള അമേരിക്കൻസ്, എല്ലാവരും സേഫ് ആയിരിക്കുക, ഷെൽട്ടറിലേക്ക് പോകണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഖത്തറിലുള്ളവരുടെ എംബസീസ് എല്ലാം അടച്ചുപൂട്ടി. അമേരിക്ക ഈ മുന്നറിയിപ്പ് നൽകിയ അടുത്ത 1 മണിക്കൂറിൽ തന്നെ UK ഒരു അറിയിപ്പ് നൽകുന്നു, നമ്മുടെ ജനങ്ങൾ എല്ലാവരും സേഫ് ആയിരിക്കുക എന്ന്. അവിടെ എയർ സ്പേസും അടച്ചു പൂട്ടുന്നു. ഖത്തറിലേക്ക് അറിയിപ്പ് പോയുടൻ അവരും അവിടെ എയർ സ്പേസ് അടച്ചു. ഇവയെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഇറാൻ അവരുടെ ആക്രമണം ആരംഭിച്ചു. അതാണ് ബസിറത്ത് ഒൽഫത്ത്. ഈ ബസിറത്ത് ഒൽഫത്ത് എന്ന ഓപ്പറേഷൻ വഴി ആദ്യം 7 ബാലിസ്റ്റിക് മിസൈൽസ് ആയിരുന്നു ഖത്തറിനെതിരെ അയച്ചത്. 7 എന്ന് മാധ്യമങ്ങൾ പറയുന്നു, മറ്റു ചില ഇടങ്ങളിൽ 42 എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ 42 മിസൈൽസ് അയക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വളരെ കുറവാണ്. ഈ 42 എന്ന എണ്ണം ഇവിടെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഇതുപോലെ 42 ബോംബുകളായിരുന്നു അമേരിക്ക ഇറാനിലേക്ക് വർഷിച്ചത്. അത് അങ്ങനെ തിരികെ നൽകണം, അതിനൊരു പ്രതികാരം നൽകണം എന്നതിന് വേണ്ടിയാണ് ഒരു 42 മിസൈൽ എന്ന കണക്ക് പറയുന്നത്, വെറുതെ. പക്ഷേ 7 ബാലിസ്റ്റിക് മിസൈൽ വന്നു എന്നുള്ളതാണ് ഒഫീഷ്യലായ ഒരു പ്രസ്താവന. ഇങ്ങനെ 7 ബാലിസ്റ്റിക് മിസൈലിനെയും ഖത്തർ ഇന്റർസെപ്റ്റ് ചെയ്തു. ഖത്തർ മാത്രമല്ല, അൽ ഉദൈദ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എയർബേസ്, അമേരിക്കയുടെ എയർബേസ് അവിടെയുണ്ട് ഖത്തറിൽ തന്നെ. ആ എയർബേസിനെതിരെയായിരുന്നു ഇറാന്റെ ആക്രമണം. ഖത്തറിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ തന്നെ ഇതിന്റെ വീഡിയോസ് അയച്ചു തന്നിരുന്നു. അവർ നിൽക്കുന്നതിന് തൊട്ടു മുകളിൽ ആകാശത്തിലൂടെ പറന്നു പോകുന്ന മിസൈൽസിന്റെ വീഡിയോസ് അവർ ഷെയർ ചെയ്തിരുന്നു. വല്ലാത്ത പരിഭ്രാന്തി നിറഞ്ഞ സാഹചര്യമായിരുന്നു അവരുടേത്. ഖത്തറിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു ആക്രമണം എന്ന് ചിന്തിക്കുമ്പോഴാണ്, ഇല്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ഇറാഖ് ഇവിടങ്ങളിലെല്ലാം ഈ ആക്രമണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഇറാഖിൽ ആരംഭിച്ചത്. അവിടെ അമേരിക്കയുടെ എയർബേസ് ഉണ്ട്. അവിടെ ഡ്രോൺ വഴിയായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തെയും അമേരിക്ക തടയുകയാണ്, ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ഈ ആക്രമണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറാന്റെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് വന്നു, ഇതൊരു തുടക്കം മാത്രമാണ്, അവസാനമല്ല എന്ന്. ഉടൻ തന്നെ ഇറാനിൽ നിന്നും അടുത്ത അറിയിപ്പും വരുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന കടലിടുക്ക് വഴി കപ്പലുകൾ, ടാങ്കേഴ്സ്, ഇനി എന്തു തന്നെ വന്നാലും നിങ്ങൾക്ക് അവിടെ സുരക്ഷയില്ല, ഞങ്ങൾ അതിനെ സീസ് ചെയ്യുമെന്നുള്ള ഒരു അറിയിപ്പും കൊടുത്തു. അപ്പൊ ഇവിടെ ഇറാൻ ഈ അറബ് രാജ്യങ്ങളെല്ലാം ലക്ഷ്യം വെച്ചു. അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഈ അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസസ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതിനിടയ്ക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾക്കും ഇറാനും അല്ല പ്രശ്നം, ഞങ്ങൾ അവരുമായി യുദ്ധം ചെയ്യുന്നില്ല, ഇറാൻ നിർമ്മിക്കുന്ന അണുവായുധവുമായാണ് ഞങ്ങളുടെ യുദ്ധം എന്ന് പറഞ്ഞു. അതുപോലെ ഇറാനും അറബ് രാജ്യങ്ങൾക്കും ഇടയിൽ പ്രശ്നമില്ല, എന്നാൽ അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസസ്, അതാണ് പ്രശ്നമെന്ന രീതിയിലാണ് ഇറാൻ ഇപ്പൊ ഇങ്ങനൊരു ആക്രമണം നടത്തിയത്. ഇതിപ്പോ എന്തുകൊണ്ട് പുടിൻ വെറുതെ കാഴ്ചക്കാരനായി നോക്കി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇറാന് വലിയൊരു സപ്പോർട്ട് തീർച്ചയായും റഷ്യയുടെ പക്കൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകും. കാരണം ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ പുടിനുമായി കണ്ട് സംസാരിച്ചിരുന്നു, പ്രധാനപ്പെട്ട റോൾ പ്ലേ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അമേരിക്ക ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന സ്റ്റാൻഡിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് റഷ്യ മറുപടി നൽകിയിരുന്നു. അതുകൊണ്ട് റഷ്യ ഇപ്പോൾ ഇത് നോക്കി നിൽക്കാൻ കാരണം, മിഡിൽ ഈസ്റ്റ് കത്തിയെരിയും, യുദ്ധം അതോടുകൂടി അവസാനിച്ചാൽ പ്രശ്നമില്ല. UK ഇതിനകം ഒരു കാര്യം പറഞ്ഞിരുന്നു, അറിയാതെ പോലും നിങ്ങൾ അമേരിക്കയെ ആക്രമിക്കുകയാണെങ്കിൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിച്ചതിന് തുല്യമായിരിക്കും, ഞങ്ങളും ആ യുദ്ധത്തിലേക്ക് വരാനും സാധ്യതയുണ്ട്, അതൊരു സാധാരണ രീതിയിലായിരിക്കില്ല, അതിനാൽ ഇതൊക്കെ നോക്കി ചെയ്യണം, അമേരിക്ക ആക്രമിക്കരുത് എന്നും പറഞ്ഞിരുന്നു. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് N-word എന്ന ഒരു ന്യൂക്ലിയർ, ഇതിനെക്കുറിച്ച് റഷ്യയോട് പറഞ്ഞു. റഷ്യ വളരെ എളുപ്പത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞങ്ങളുടെ സൈനിക ശക്തി അറിയാതെയാണ് അവരിങ്ങനെയൊക്കെ സംസാരിച്ചത്. 30 ടോം ഹോക്ക് മിസൈൽസ് ആണ് ഞങ്ങൾ പ്രീസൈസായി ആക്രമണം നടത്താൻ ഉപയോഗിച്ചത്. വീണ്ടും പല കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, ഞങ്ങളുടെ പക്കൽ അതിനുള്ള ശക്തിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നേരെ കൈ ഉയർത്തുമ്പോൾ ഒരല്പം ശ്രദ്ധിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഒരു പക്ഷെ ഞങ്ങളുടെ എയർബേസസുകൾ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അതിലും 10 മടങ്ങ് കൂടുതലൊരു ആക്രമണം ഇറാൻ അനുഭവിക്കേണ്ടി വരുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അമേരിക്ക ഇപ്പോൾ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ടഫസ്റ്റ് കോൺസിക്വൻസസ് ഫോർ ഇറ്റ്സ് മിസ്റ്റേക്ക് ടാർഗറ്റ് അവർ ബേസ് ഇൻ ഖത്താർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ ബേസിനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്ത ഇറാൻ
ടഫസ്റ്റ് കോൺസിക്വൻസസ് അനുഭവിക്കാൻ പോവുകയാണ്. ഇന്നലെ രാവിലെ മുതൽ ഇസ്രായേൽ ഇറാനുള്ളിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. ഓരോ സ്ഥലങ്ങളായി തിരഞ്ഞാക്രമിച്ചു. എവിടെ നിന്നെല്ലാം അവർക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്, എവിടെ ആക്രമിച്ചാൽ ആഭ്യന്തരമായ പ്രശ്നം സംഭവിക്കും, ഒരു ആഭ്യന്തരമായ വിപ്ലവം എവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്, അവിടങ്ങളിലുള്ള ജയിലുകളെല്ലാം തകർത്ത് ഇതെല്ലാം ഇറാൻ ഇന്നലെ ചെയ്തു. ഇതെല്ലാം ഇസ്രായേൽ ചെയ്യാൻ കാരണം ഇറാന്റെ പക്കലുള്ള അണുവായുധം അല്ലെങ്കിൽ ഇറാനിലെ റെജീം ചേഞ്ച്. ഇവയെല്ലാം നശിപ്പിക്കാൻ അമേരിക്കയും കൂട്ടുനിന്നു. പറഞ്ഞു വന്നാൽ ഈ ഒരു വലിയ യുദ്ധത്തിൽ അവരുടെ പങ്കാളിത്തം അവിടെ കാണിക്കുക തന്നെ ചെയ്തു. അമേരിക്ക നേരിട്ടിറങ്ങി. ഇസ്രായേൽ ചിന്തിച്ചതുപോലെ അമേരിക്കയും യുദ്ധത്തിനുള്ളിലേക്ക് വന്നു. അമേരിക്കയുടെ എയർബേസ് ഇറാൻ ആക്രമിച്ചത് കൊണ്ട് തന്നെ അമേരിക്ക ഇത് വെറുതെ വിടും എന്ന് തോന്നുന്നുണ്ടോ? അമേരിക്ക ഇത് എങ്ങനെ സ്വീകരിക്കും, ഇതിനെ ഏത് രീതിയിൽ കാണും, തിരികെ ആക്രമണം നടത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ അറിയാം. പക്ഷെ ഇവിടെ ഇറാന് ആര് സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഇറാന് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അറബ് രാജ്യങ്ങൾ തന്നെയല്ലേ സപ്പോർട്ടിന് വരേണ്ടത്? എന്നാൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ അറബ് രാജ്യങ്ങളാണ് ആക്രമിച്ചത്. ഖത്തറിനെ ആക്രമിച്ചു, കുവൈത്തിനെ ആക്രമിച്ചു, സൗദി അറേബ്യ ആക്രമിച്ചു. സൗദി അറേബ്യയിൽ നിന്നും അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് തിരിച്ചു. അപ്പോൾ മിഡിൽ ഈസ്റ്റ് ഇറാൻ എതിരെയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും എതിരെയാണ്. അതാണ് സത്യം. ഈ സത്യം അറിയാതെ ഇറാനെ ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇറാനെ തന്നെയാണ്. എന്നാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ഈ അറബ് രാജ്യങ്ങളോട് അവരുടെ തെറ്റ് മനസ്സിലാക്കിപ്പിക്കുക. ഈ അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല, ഞങ്ങൾക്ക് അമേരിക്കയാണ് വലുത് എന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ അതൊട്ടും തന്നെ ശരിയല്ല. അറബ് രാജ്യങ്ങൾ ഒരുമയോടുകൂടി ആയിരിക്കണം. ഞങ്ങൾക്കൊരു അണുവായുധം വേണം, നിങ്ങൾക്ക് മാത്രം അണുവായുധം ഉണ്ടെങ്കിൽ അത് ശരിയാകില്ല, ഞങ്ങൾക്കും വേണമെന്ന ഒറ്റ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അണുവായുധം എന്നത് അറബ് രാജ്യങ്ങളുടെ പക്കൽ ഉണ്ടാകുമായിരുന്നു. ഇതേ അറബ് രാജ്യങ്ങളെ അടിമയാക്കി ഭരിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളോട് തിരിച്ച് ഒരു ചോദ്യം ചോദിക്കേണ്ട കഴിവ്, ആ ഒരു ധൈര്യം ഇസ്ലാം രാജ്യങ്ങൾ കാണിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ വലിയൊരു മാറ്റം തന്നെ മിഡിൽ ഈസ്റ്റ് മുഴുവനും സംഭവിച്ചിരിക്കുമായിരുന്നു. ഇസ്രായേലിനെ നശിപ്പിച്ചു, ഇസ്രായേലിനെ ഇറാൻ അടിച്ചു ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നവർ ഒരു കാര്യം കൂടെ ചിന്തിക്കുക. 11,000 കിലോമീറ്റർ ചെന്ന് അമേരിക്ക ആക്രമിച്ചു. ആ ഫൈറ്റർ ജെറ്റ്സിനൊക്കെ ഒരു പോറൽ പോലും ഇല്ലാതെ തിരികെ വരികയും ചെയ്തു. ഇതുവരെയും ഏകദേശം 300-ലധികം ഫൈറ്റർ ജെറ്റ്സിന് ഉപയോഗിച്ചിട്ടുണ്ട്. 300-ലധികം സോർട്ടീസ് ഉപയോഗിച്ച് ഇസ്രായേൽ ഇറാനുള്ളിൽ ആക്രമിച്ചിട്ടുണ്ട്. ഇറാന് വലിയൊരു നഷ്ടവും നേരെ തിരിച്ച് ഇസ്രായേലിന് വളരെ കുറച്ച് നഷ്ടങ്ങൾ മാത്രം സംഭവിച്ചു. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഇറാനെ കൊണ്ട് അടുത്ത് ആക്രമിക്കാൻ സാധിക്കുക? ഇപ്പൊ പലരും പറയാം ഇല്ലല്ല ഇറാൻ ജയിക്കുമെന്നൊക്കെ. എങ്ങനെയാണ് ജയിക്കാൻ സാധിക്കുക? എയർബേസിനെ ആക്രമിച്ചു, പോർട്ട് സിറ്റി മുഴുവനും ആക്രമിച്ചു, അവർക്ക് ആവശ്യമായ IRGC കമാൻഡർ ഓഫീസേഴ്സ്, കൺട്രോൾ സെന്റേഴ്സ് എവിടെയെല്ലാം ഉണ്ടെന്നുള്ള തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചു. ഈ നെറ്റ്വർക്ക് മുഴുവനായും ബൈപ്പാസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ അയത്തുള്ള ഖമേനിയെ പുറത്തേക്ക് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി 20 വർഷമായി കഠിനാധ്വാനം ചെയ്ത് അവരുടെ ഒരു വലിയ സ്വപ്നത്തെ തന്നെ അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. B2 ബോംബേഴ്സ് വെറുതെ പോയി വന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? 6-7 ബോംബുകൾ, 12 ബോംബുകൾ അവിടെ വർഷിക്കുകയും മുഴുവനായും ആ ഒരു ഫെസിലിറ്റിയെ മണ്ണുകൊണ്ട് മൂടിയ സ്ഥലം ഒരുപക്ഷെ വീണ്ടും അവർ തുറക്കുമെന്ന് കരുതി ഇന്നലെ രാവിലെ മുതൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി. അപ്പോൾ ഫോർഡോ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഒക്കെ വീണ്ടും അടയ്ക്കപ്പെട്ടു. ഇപ്പോൾ ഇറാൻ ഖത്തറിനെ ആക്രമിച്ചു, ഇറാൻ കുവൈത്തിനെ ആക്രമിച്ചു, ഇറാൻ ബഹ്റിനെ ആക്രമിച്ചു, ഇറാൻ ഇറാഖിനെ ആക്രമിച്ചു. ഇപ്പോൾ ആ സൈനിക ബേസിസിൽ ആക്രമണം നടത്തി എന്നതായിരിക്കില്ല ഒരു സംസാരം വരിക, ആ രാജ്യത്തിനെതിരെ ആക്രമണം നടത്തി എന്നായിരിക്കും പറയുക. ഇതിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് എങ്ങനെ രക്ഷപ്പെടുമെന്നേ അറിയില്ല. ഒരുപക്ഷെ അമേരിക്ക അവിടെ പവർ മുഴുവനായും ഇനി ഇറാനിൽ കാണിച്ചാൽ ഇറാനെ എന്ത് ചെയ്യുമെന്നുള്ളത് പോലും അറിയില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടച്ചു മൂടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതും ഇപ്പോൾ ഒരു ചോദ്യം തന്നെയാണ്. എന്നാലും ഇപ്പോൾ പറഞ്ഞ കുറേയേറെ ചോദ്യങ്ങൾ, ഇതിനെല്ലാമുള്ള ഉത്തരം തീർച്ചയായും നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ അറിയാം. ഇതെല്ലാം അറിയാനായി നിങ്ങൾ ചെയ്യേണ്ടത് വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.